ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് ഇത് പുറത്തേക്ക് വിട്ടു. അവര് തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ FIR എടുത്ത് ഈ പരിസരം നിങ്ങൾ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത്? ആ സ്ത്രീയോട് പറഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അതാണ് കുടിക്കാൻ കൊടുക്കുന്നത്. എന്നിട്ട് അവരെ അപമാനിച്ച് അവരെ മുഴുവൻ രാത്രി മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ഈ ഗവൺമെന്റിന്റെ നടപടി? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞയച്ചു. പരാതി കൊടുത്തെടുക്കും, വേണമെങ്കിൽ കോടതി പൊക്കോളാൻ. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാളം കേട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ്. ഇത് ഒരു പ്രതീകം മാത്രമാണ്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർസാക്ഷ്യമാണ് ഈ 4ാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിനുണ്ടായ ഈ സംഭവം. അതിനെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തത്? എത്ര വേദനയോട് കൂടിയാണ് കേരളത്തിലെ മലയാളികളെല്ലാം ആ വാർത്തയെക്കുറിച്ച് അറിഞ്ഞതും ആ വാർത്തയെക്കുറിച്ച് വായിച്ചതും. എന്നിട്ട് എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്? ഇതാണ് പൊതുവായി പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാ പരിമിതിയും ലംഘിച്ചവർ ഇവിടെ ഈ കേരളത്തെ ലഹരി മരുന്നിന്റെ താവളമാക്കി മാറ്റിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരിന്റെ CPM-ന്റെ നേതൃത്വത്തിലാണ് ഈ സർക്കാർ ഉള്ളത്. ആ CPM കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേട്രേജാണ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി മരുന്ന് മാഫിയയെ അതിന്റെ താവളമാക്കി ഈ കേരളത്തെ മാറ്റാൻ. ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും, ലഹരി മരുന്നിന്റെ മെറ്റീരിയൽ വേണമെങ്കിലും 10 മിനിറ്റ് കൊണ്ട് ഏത് വിദൂര ഗ്രാമത്തിൽ അത്രയും വലിയ നെറ്റ്വർക്കാണ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് കേരളത്തിലുള്ളത്. അതിന് പല സ്ഥലത്തും പൊളിറ്റിക്കൽ പേട്രനേജ് കൊടുക്കുന്നത് CPM-ആണ്, ഭരണകക്ഷിയാണ്, ഗവൺമെന്റാണ്. അതാണ് കേരളത്തിലെ നമുക്കറിയാം, കേരളത്തിലെ ധനസ്ഥിതി എന്താണ്? ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ധനസ്ഥിതി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ 1.56 ലക്ഷം കോടിയായിരുന്നു പൊതുക്കടം. അത് കാരണം GDP-യുമായിട്ട് കണക്കാണ് ആ കടം. അത് കുഴപ്പമില്ല, നമുക്ക് പരിഹരിക്കാൻ പറ്റും. 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ 2026 ആകുമ്പോൾ 1.56 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ പൊതുക്കടം വർദ്ധിക്കുകയാണ്. കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട്. സപ്ലൈകോയിൽ ചെന്നാൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്, പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല, കാരണം സപ്ലൈകോയിലെ വിതരണക്കാർക്ക് കോടികൾ കൊടുക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കടം അത് ലാഭത്തിലാക്കി 1000 കോടിയായിരുന്നു. ഇപ്പൊ 45,000 കോടിയാണ് കടം. 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു. 2500 കോടി രൂപയുടെ ബാധ്യതയാണ്.